ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. അപ്പോൾ രാവിലെ തന്നെ ബിന്നിയുടെയും അപ്പാനി ശരത്ത്, അക്ബർ ഖാൻ എന്നിവരുടെ ഒരു കിടിലൻ മൂവ് തന്നെയാണ് കണ്ടത് നമ്മൾ. അതായത് ഇന്നലെ ഏഷ്യാനെറ്റ് പുറത്തുവിട്ട അല്ലെങ്കിൽ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം പുറത്തുവിട്ടിരുന്ന ഒരു പ്രൊമോയിൽ കണ്ടത് തന്നെ നമ്മുടെ 4 കണ്ടസ്റ്റൻസും പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന ടാസ്കിൽ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ഷാനവാസ്, ശൈത്യ, ബിൻസി, അതുപോലെ തന്നെ ജിസേൽ എന്നിവർ പുറത്താണല്ലോ കിടക്കുന്നത്. അപ്പം അവരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കാതെ അവരെ ഉറങ്ങുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ എടുത്ത് ഈ പറയുന്ന റെഡ് ബോക്സിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റ് ഔട്ടായി പോകുമെന്നാണല്ലോ ബിഗ് ബോസിന്റെ നിലവിലെ റൂൾസ്. അപ്പം രാവിലെ ഇവരെല്ലാം കിടന്നുറങ്ങുകയാണ്. വെളുപ്പിനെയാണ് വേക്കപ്പ് സോങ് വരുന്നതിന് മുൻപ് ആണ്. അപ്പോൾ ആ ഒരു സമയത്താണ് എല്ലാവരും ഒന്ന് കിടന്നുറങ്ങുന്നത്. രാത്രി പല രീതിയിലുള്ള ഡിസ്റ്റർബൻസും കാര്യങ്ങളും വരുന്നത് കൊണ്ട് അവർ ആ ഒരു സമയത്താണ് കിടന്നുറങ്ങുന്നത്. എല്ലാവരും നല്ല രീതിയിലുള്ള ഉറക്കമാണ്. ഇടയ്ക്ക് ജിസേൽ ഒന്ന് എണീറ്റ് നോക്കുന്നുണ്ടെങ്കിൽ പോലും ബാക്കി എല്ലാവരും നല്ല രീതിയിൽ കിടന്നു ഉറങ്ങുന്നു. നമ്മുടെ ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്നു. അതിനിടയിൽ ബിന്നി വന്ന് നോക്കുകയും ശൈത്യയാണെന്നുണ്ടെങ്കിൽ ആ പുറത്ത് കിടന്ന കട്ടിലിൽ കിടന്നുറങ്ങുകയാണ്. പയ്യെ നൈസായിട്ട് ഒച്ച കേൾപ്പിക്കാതെ ഉള്ളിൽ പോയി അപ്പാനി ശരത്തിനെയും അതുപോലെ തന്നെ അക്ബർ ഖാനെയും വിളിച്ചുകൊണ്ട് വന്ന് ആരെയും വിളിച്ചെണിപ്പിക്കാതെ അവർ ആ കട്ടിലടക്കം എടുത്തുകൊണ്ടങ്ങ് പോയി ഈ പറയുന്ന റെഡ് ബോക്സിന് അടുത്തെത്തുമ്പോഴത്തേനും ശൈത്യ ഉണരുകയും ചാടി എണീറ്റ് ആ ഒരു എവിക്ഷനിൽ നിന്ന് സേവാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ജസ്റ്റ് മിസ് എന്ന് തന്നെ പറയാം. അത് ഫെയിൽഡ് ആകും, അറ്റംപ്റ്റ് ഫെയിൽഡ് ആകും, എന്തുമായിക്കോട്ടെ. ഇന്നലെ പ്രൊമോ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച് ശൈത്യ എവിക്റ്റാകാനുള്ള സാധ്യതകളുണ്ടോ, എവിക്റ്റ് ആകുമോ, പ്രേക്ഷകരൊക്കെ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്താണെങ്കിലും രാവിലെ ആ ഒരു ലൈവിൽ ആ ഒരു പോർഷൻസ് കഴിഞ്ഞു. നമ്മൾ കറക്റ്റ് മിഡ് നൈറ്റിലോ അല്ലെങ്കിൽ ഒരു 3:30-4 മണിക്കൊക്കെ ആകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ബട്ട് ആ ഒരു സമയത്തൊന്നുമല്ല. ഈ പറയുന്ന വെക്കപ്പ് സോങ്ങിന് മുന്നെയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, നല്ലൊരു മൂവായിരുന്നു. അറ്റ്ലീസ്റ്റ് അവരതിനെങ്കിലും ശ്രമിച്ചല്ലോ. കണ്ടസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കണ്ടിരിക്കുന്ന നമുക്കും കൂടി എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും ബിന്നിയുടെ കാര്യത്തിൽ കുറച്ച് ഗെയിം പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഉണ്ട്. ടാസ്കുകൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നിലനിർത്തുമ്പോൾ തന്നെ കൂടെയുള്ള മത്സരാർത്ഥികളെ പുറത്താക്കാനുള്ള ശ്രമങ്ങളൊക്കെ ബിന്നിയുടെ സൈഡിൽ നിന്നുണ്ടാകുന്നുണ്ട്. മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിക്കുന്നുണ്ട്. പ്ലാനിങ്ങുകളും കൊള്ളാം. മറ്റുള്ള കണ്ടസ്റ്റൻസുമായിട്ട് സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇന്നലെ രാത്രിയിലാണെന്നുണ്ടെങ്കിൽ ശാരികയുടെ അടുത്ത് നമ്മുടെ മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഇവരെ എങ്ങനെയെങ്കിലും എവിക്റ്റ് ആക്കണം, ഉറങ്ങിക്കഴിയുമ്പോൾ എടുത്തു കൊണ്ടുപോകണോ എന്നൊക്കെ പറയുന്നത് ശാരികയുടെ അടുത്ത് അവരുടെ കൂടെ നിൽക്കാതെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലാൻ ഇടാനും എങ്ങനെ ചെയ്യണമെന്നും നമുക്കും ഉറങ്ങാതെ ഇരുന്ന് ഇവരെ പുറത്താക്കാനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും മികച്ച രീതിയിലേക്ക് വരുന്നുണ്ട്. മേ ബി ഒരു മികച്ച ഒരു കണ്ടസ്റ്റൻ്റ് ആകാം ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.